ഇന്ന് മക്കൾക്ക് സ്കൂളൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് അടുക്കളയിലേക്ക് വന്നത്. ഞാനിന്ന് പുട്ടും മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന്. സാധാരണ നമ്മൾ സ്കൂളൊക്കെ ഉള്ള ദിവസം ഞാൻ ദോശ, ചട്നി, പുട്ട്, പഴം അങ്ങനെ എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറ്. ഇന്ന് പിന്നെ സ്കൂളൊന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ മട്ടനും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്റ്റൂ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ്. മക്കളും ഒന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ എണീറ്റത്. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ കുറച്ച് വർക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരതൊക്കെ ചെയ്യാണ്. അപ്പോഴേക്കും ഇതാ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഇതാ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. പിന്നെ ഇഞ്ചി, പച്ചമുളകും ഇട്ടു, വലിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് ഞാനൊരു കഷ്ണം ബട്ടറും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒന്ന് വഴറ്റി, പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മട്ടനിലേക്ക് വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. രണ്ടാം പാലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിന് പകരമായിട്ട്. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാനിതാ ഈ ഒരു ന്യൂട്രിമിക്സിൻ്റെ പൗഡർ പാലിൽ കലക്കിയിട്ട് കുടിക്കുകയാണ് കേട്ടോ. ഞാനിതിപ്പോൾ ചെറുതായിട്ടൊരു പോർഷൻ കൺട്രോളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ വെയിറ്റ് ആണെന്ന്. അപ്പോൾ അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രോഡക്റ്റാണ്. അവർ വീട്ടിൽ തന്നെ വെച്ച് നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയായിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ്. മമ്മ സ്കൂപ്പ് എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്മൂത്തി പൗഡർ എല്ലാം ഉണ്ട് കേട്ടോ, ABC പൗഡറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവരുടെ പേജ് ടാഗ് ചെയ്യാം. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ അവർ ഡീറ്റെയിൽസ് അയച്ചു തരും, വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്നാം പാലും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് തീ ഓഫ് ചെയ്താൽ അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അപ്പോൾ അത് ആദ്യം ടേബിളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ TV ഇതാ ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിൽ നിന്നൊക്കെ കാണാം. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് തിരിക്കാറുണ്ട്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട, വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. ആദ്യം ഇതാ ഡൈനിങ് ഏരിയയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക കേട്ടോ. അപ്പോൾ ഈ ഒരു മാറ്റ് നമ്മുടെ ഡെയിലി യൂസിന് കുറച്ച് ബുദ്ധിമുട്ടാണ്, വൈറ്റ് കളറായതുകൊണ്ട്. അപ്പോൾ ഞാനിതാ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ മാറ്റ് വിരിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഈ ഒരു കളറായതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസിന് പറ്റും. അപ്പോൾ പിന്നെ ഇനി ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കിയിടുകയാണ്. പിന്നെ അതുപോലെ ഈ ഒരു ഗ്ലാസ് വെക്കാനുള്ള ഈ ഒരു സ്റ്റാൻഡും അതും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അത്യാവശ്യം കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ ഇങ്ങനെ ഗ്ലാസ് വെക്കണമെന്നുണ്ടെങ്കിലോ ഇനിയിപ്പോൾ കിച്ചണിൽ വെക്കണമെന്നുണ്ടെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു 2 പ്രോഡക്റ്റും ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.